ഡ്രിസ് അബദ്ധത്തിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അയാളുടെ കാലിൽ ഒഴിച്ചു. പക്ഷേ അയാൾ ഒട്ടും പ്രതികരിച്ചില്ല. ഇത് ഡ്രിസിനെ കൗതുകപ്പെടുത്തി. അതിനാൽ അയാൾ നേരിട്ട് ചൂടുവെള്ളം നിറച്ച പാത്രം അയാളുടെ കാലിൽ വച്ചു. എന്നിട്ടും അയാൾ പ്രതികരിക്കുന്നില്ലെന്ന് കണ്ട് അയാൾ അയാളുടെ കാലിൽ കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചു. ആ മനുഷ്യനെ ഷേവ് ചെയ്യുമ്പോൾ അവൻ താടി പല ആകൃതിയിൽ വെട്ടിച്ചുരുക്കു. ആ മനുഷ്യൻ മനഃപൂർവ്വം ഗൗരവമായി ഷേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഡ്രിസ് എപ്പോഴും ആ മനുഷ്യനെ ചിരിപ്പിക്കാൻ വഴികൾ കണ്ടെത്തി. പുറത്തുപോകുമ്പോൾ വികലാംഗ വാഹനം ഓടിക്കാൻ വിസമ്മതിച്ചു. പകരം അതിനടുത്തുള്ള സ്പോർട്സ് കാർ തിരഞ്ഞെടുത്തു. എന്നാൽ ഒരു അയൽക്കാരൻ ഗേറ്റ് തടഞ്ഞു. അയൽക്കാർ പലപ്പോഴും ഇത് ചെയ്യാറുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഡ്രിസിന്റെ പ്രതികരണം അയൽക്കാരനെ നേരിട്ട് കാറിൽ നിന്ന് വലിച്ചിറക്കി. തുടർന്ന് ഗേറ്റിലെ നോ പാർക്കിംഗ് ബോർഡ് വ്യക്തമായി വായിച്ചു കേൾപ്പിക്കുക എന്നതായിരുന്നു. ഡ്രിസ് അവനെ തെരുവിലൂടെ ഒരു ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയി. നിർഭാഗ്യവശാൽ പോലീസ് അവരെ ശ്രദ്ധിച്ചു. പക്ഷേ പിഴ ഒഴിവാക്കുക മാത്രമല്ല, പോലീസിന് വഴിയൊരുക്കാൻ പോലും അവർ സഹായിക്കുമെന്ന് ഡ്രിസ് അവകാശപ്പെട്ടു. എന്നിരുന്നാലും ഡ്രിസ് കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തെ തടഞ്ഞു. പകരം പോലീസിനെതിരെ കുറ്റം ചുമത്തി. താൻ വേഗത്തിൽ വാഹനമോടിക്കുന്നത് തമാശക്കല്ല, രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു. ട്രങ്കിലെ വീൽചെയറും ആ മനുഷ്യന്റെ യാഥാർത്ഥ്യബോധവും കണ്ടപ്പോൾ അവർ അവന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിച്ചു. അവർക്കുള്ള വഴിയൊരുക്കാൻ തുടങ്ങി. എന്നാൽ അയാൾ അത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരു പരിചാരകനായിരുന്നിട്ടും ആ മനുഷ്യൻ ഡ്രിസിനെ ഇഷ്ടപ്പെട്ടില്ല. നേരെ മറിച്ച് അയാൾക്ക് ഡ്രിസിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അയാളുടെ പരിചരണത്തിൽ ആ മനുഷ്യൻ താൻ ഒരു വികലാംഗനല്ലെന്ന് കരുതി. ഒരു ദിവസം ആ പുരുഷന് ഒരു സ്ത്രീയുമായി തോലിക സുഹൃത്ത് ബന്ധമുണ്ടെന്ന് ഡ്രിസ് കണ്ടെത്തി. അവർ തങ്ങളുടെ ദൈനംദിന ജീവിതം പരസ്പരം പങ്കിട്ടു. എന്നാൽ തന്റെ വൈകല്യം കാരണം പുരുഷന് താഴ്ന്നതായി തോന്നി. എപ്പോഴും അവൾക്ക് കത്തുകൾ എഴുതാൻ മാത്രമേ തയ്യാറായിരുന്നുള്ളൂ. മുൻ കത്തുകളിൽ നിന്ന് ഡ്രിസ് സ്ത്രീയുടെ നമ്പർ കണ്ടെത്തി നേരിട്ട് വിളിച്ചു. പുരുഷൻ ശക്തമായി എതിർത്തെങ്കിലും ഡ്രിസിനെ തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ പുരുഷൻ ആദ്യമായി അവളുടെ ശബ്ദം കേട്ടു. തുടർന്ന് അയാൾ പുരുഷന് ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തു. അത് ഒരു കത്തും ഒരുമിച്ച് അയക്കാൻ തീരുമാനിച്ചു. ആ സ്ത്രീയിൽ നിന്നുള്ള ഒരു മറുപടി, അതിൽ അവൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരാമർശിച്ചു. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.